എൻ്റെ പേര് ബിജി ബാലൻ. ഞാൻ കോട്ടയം പണർകാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഒക്ടോബർ 15 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ അവിടെയുള്ള ഒരു റീനി ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ചേച്ചി എനിക്ക് പത്രം തരികയും അതുപോലെ ചേച്ചിക്കുണ്ടായ അനുഭവങ്ങൾ എന്നോട് വ്യക്തമായി വിവരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്കും ഇവിടെ വരാനായിട്ട് അമ്മ മാതാവ് അനുഗ്രഹം തന്നു. വന്ന ഉടനെ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ടും അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ആദ്യമായി ഫസ്റ്റ് നിയോഗം വെച്ചത് എൻ്റെ അസുഖമാണ്. എനിക്ക് ന്യൂമോണിയ വന്നതിന് ശേഷം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശ്വാസം എടുക്കാനും ഒക്കെ. അപ്പം എന്നും ഇൻഹെയിലർ വലിക്കണം. അത് എന്നെ അമ്മ മാതാവ് ഉടമ്പടി തൈലം പുരട്ടിയതിന് ശേഷം മാത്രമാണ് എനിക്കത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് ചെയ്യും. അതിന് ശേഷമാണ് എനിക്കത് മാറ്റി തന്നത്. അതുപോലെ തന്നെ എനിക്ക് വിട്ടുമാറാത്ത തലവേദനയും സൈനസൈസിൻ്റെ പ്രോബ്ലവും നടുവേദനയും കൈക്ക് വേദനയും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ അമ്മ മാതാവ് ഞാൻ ഉടമ്പടി തേൻ തേച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാറ്റി തന്നു. രണ്ടാമത് ഞാൻ നിയോഗം വെച്ചത് എനിക്ക് വെള്ളത്തിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേനൽക്കാലം ആകുമ്പം കിണറ്റിൽ വെള്ളം ഒട്ടുമില്ല. അപ്പം ഞാൻ ഇവിടുന്ന് നമ്മുടെ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി 4-5 വർഷം മുമ്പാണ് ഞങ്ങൾ ആ വീട് മേടിച്ചത്. അപ്പം തൊട്ട് വെള്ളം ഇല്ല. വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് വെള്ളം ഒട്ടും തന്നെ ഇല്ല. അങ്ങനെ ഞങ്ങൾ പൈപ്പ് വെള്ളവും ഇടയ്ക്ക് മുടങ്ങുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നും വെള്ളം അടുപ്പിക്കണം. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സെക്കൻഡ് നിയോഗം ഞാൻ അതാണ് വെച്ചത്. വെഞ്ചരിച്ച ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇപ്പം എൻ്റെ കിണറ്റിൽ നല്ല വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അമ്മ മാതാവ് എനിക്ക് മാറ്റി തന്നു. മൂന്നാമതായിട്ട് എനിക്കൊരു വഴി തെളിയിച്ച് തരണമേ എന്നാണ് ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചത്. എനിക്ക് കിട്ടാനായിട്ട് എൻ്റെ പൈസയെല്ലാം പുറത്തോ ഓരോരുത്തർക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്ത് എനിക്കതൊന്നും തിരിച്ച് കിട്ടാറില്ല. എല്ലാവരെയും ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു. പക്ഷേ എനിക്ക് അമ്മ മാതാവ് ഇവിടെ വന്ന് നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് വരെ സഹായിക്കാത്ത എൻ്റെ അച്ഛൻ എനിക്ക് 10 ലക്ഷം രൂപ നൽകി എനിക്കൊരു വഴി കാണിച്ചു തരികയായിരുന്നു. അതുപോലെ തന്നെ എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു. അതും എനിക്ക് ഈ രൂപയിൽ നിന്നും എനിക്ക് സ്വന്തമായിട്ട് ഒരു കട ഇടാനും ജനസേവ കേന്ദ്രമാണ് ഞാൻ അവിടെ തന്നെ ഇട്ടിരിക്കുന്നത്, മണർകാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അക്ഷയ പോലെ. അത് ഞാനും എൻ്റെ ഭർത്താവും നല്ല രീതിയിൽ അതുകൂടെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം ഞങ്ങൾക്ക് മാറ്റി അമ്മ മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ മാർച്ചിൽ ഭർത്താവിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് വണ്ടിയുടെ ഫ്രണ്ട് വശം മുഴുവൻ പോയി. ആ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പറയുകയില്ല പുള്ളിക്കൊന്നും പറ്റിയില്ല എന്ന് ആരും പറയുകയില്ല. അമ്മ മാതാവ് പുള്ളി എല്ലാം തീർന്നു എന്ന് കഴിഞ്ഞ് അവിടെ കിടക്കുക, തെറിച്ച് വീണ് വണ്ടിയിൽ നിന്ന് കിടക്കുക. അപ്പോഴും ഞാൻ അവിടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക വീട്ടിൽ. അപ്പോൾ ഞാൻ ധ്യാനം കൂടിയതിൻ്റെ ഫലമായിട്ട് മാത്രം എൻ്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കാതെ അവിടുന്ന് ചാടി എണീറ്റുകയാണ് ചെയ്തത്.